Hello, my dear students. Welcome back to Isaac's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് ഡെറിവേഷൻ ഓഫ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ബൈ ഗ്രാഫിക്കൽ മെത്തേഡ്. വി ഈക്വൽ ടു യു മൈനസ് ജി ടി, എസ് ഇസ് ഈക്വൽ യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ, വി സ്ക്വയർ ഇസ് ഈക്വൽ യു സ്ക്വയർ മൈനസ് ടു ജി എസ്. ഈ മൂന്ന് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് ഇന്ന് നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ ഡിറൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി ആൾജിബ്രിക് മെത്തേഡും കാൽക്കുലസ് മെത്തേഡും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ആ ഡിസ്കഷൻ സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ആൾജിബ്രിക് മെത്തേഡാണ്, അതിനുശേഷം ഗ്രാഫിക്കൽ മെത്തേഡ്. കാൽക്കുലസ് ഇതുവരെ ചോദിച്ചിട്ടില്ല. ജസ്റ്റ് ഇപ്പോൾ കാൽക്കുലസ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ പഠിച്ചു വെച്ചാൽ മതി. പക്ഷെ ഗ്രാഫിക്കൽ മെത്തേഡും ആൾജിബ്രിക് മെത്തേഡും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഗ്രാഫിക്കൽ മെത്തേഡ് പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വെലോസിറ്റി ടൈം റിലേഷനും ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷനുമാണ്. അതായത് വി ഈക്വൽ ടു യു മൈനസ് ജി ടിയും എസ് ഇസ് ഈക്വൽ യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന ഈ രണ്ട് ഇക്വേഷനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷനായ വി സ്ക്വയർ ഇസ് ഈക്വൽ യു സ്ക്വയർ മൈനസ് ടു ജി എസ് എന്ന ഇക്വേഷൻ വി ഈക്വൽ ടു യു മൈനസ് ജി ടി എന്ന ഇക്വേഷൻ ഗ്രാഫിക്കലി ഡിറൈവ് ചെയ്തതിന് ശേഷം ചില മാത്തമാറ്റിക്കൽ അറേഞ്ച് ചെയ്തിട്ടാണ് വി സ്ക്വയർ ഇസ് ഈക്വൽ യു സ്ക്വയർ മൈനസ് ടു ജി എസ് എന്ന ഇക്വേഷനിലേക്ക് നമ്മൾ എത്തുന്നത്. ആ ഒരു കാരണം കൊണ്ടാണ് ഫസ്റ്റ് രണ്ട് ഇക്വേഷനാണ് കൂടുതൽ പ്രാധാന്യം. അതേപോലെ ചിലർക്ക് സംശയം ഉണ്ടാകും ഫോർത്ത് ഇക്വേഷനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന്. കാരണം ആൾജിബ്രിക് മെത്തേഡിനും ഗ്രാഫിക്കൽ മെത്തേഡിനും മുന്നേ ഡിസ്കസ് ചെയ്ത കാൽക്കുലസ് മെത്തേഡിലും എസ്എൻത്ത് ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്താണ് യു മൈനസ് ജി എൻ മൈനസ് ഹാഫ്. ആ ഇക്വേഷൻ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിൽ ഡിറൈവ് ചെയ്യണമെങ്കിൽ എസ് ഇസിക്കൽ യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന ഇക്വേഷൻ ഗ്രാഫിക്കലി ഡിറൈവ് ചെയ്തതിന് ശേഷം ആൾജിബ്രിക് മെത്തേഡിൽ നമ്മൾ എസ് എൻ എങ്ങനെയാണോ കണ്ടത് ആ സ്റ്റെപ്പുകൾ മുഴുവൻ അതിന് താഴെ എഴുതി കഴിഞ്ഞാൽ ഗ്രാഫിക്കൽ മെത്തേഡിൽ എസ് എൻ ഡിറൈവ് ചെയ്ത പോലെയാവും. അപ്പോൾ അത് പൊതുവെ ചോദിച്ച് കാണാറില്ല. ആ ഒരു കാരണത്താലാണ് ശരിക്കും വി ഈക്വൽ യു മൈനസ് ജി ടി എന്നും എസ് ഇസിക്കൽ യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന ഈ രണ്ട് ഇക്വേഷനാണ് ശരിക്കും പഠിച്ചിരിക്കേണ്ടത്. കാരണം ആ രണ്ട് ഇക്വേഷനാണ് ബാക്കി രണ്ട് ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ അറേഞ്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാഫിക്കൽ മെത്തേഡ്സിൽ ബേസിക് ആയ മൂന്ന് ഇക്വേഷൻസ് ഓഫ് മോഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുക എന്നാണ് ശ്രദ്ധിക്കാൻ പോകുന്നത്. ഓൾറെഡി ആൾജിബ്രിക് മെത്തേഡിലും കാൽക്കുലസ് മെത്തേഡിലും എന്താണ് ഇക്വേഷൻ ഓഫ് മോഷനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞൊരു കാരണത്താൽ ഈ ഒരു വീഡിയോയിൽ നേരിട്ട് നമ്മൾ ടോപ്പിക്കിലേക്കാണ് കടക്കാൻ പോകുന്നത്. സോ വെലോസിറ്റി ടൈം റിലേഷൻ. വെലോസിറ്റി ടൈം റിലേഷൻ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഗ്രാഫിക്കൽ മെത്തേഡ്സ് ആണ്. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡ്സ് നമ്മൾ ആദ്യം ഗ്രാഫാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗ്രാഫ് ഓൾറെഡി ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ആ കൺസെപ്റ്റ് പഠിക്കാത്ത കാരണത്താൽ അതിൻ്റെ ബേസിക് ആയ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറഞ്ഞുതരാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെലോസിറ്റി ടൈം റിലേഷൻ ആണ്. ആ വെലോസിറ്റി ടൈം റിലേഷന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് ദിസ് ഇക്വേഷൻ ഇസ് ഓൺലി ആപ്ലിക്കബിൾ ഫോർ യൂണിഫോം ആക്സലറേഷൻ. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഒരു യൂണിഫോം ആക്സലറേഷനായ ഒരു ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. കാരണം ആ ഗ്രാഫ് കണ്ടാൽ തന്നെ അറിയാം സമയം പോകുന്തോറും വെലോസിറ്റി ഒരേ രീതിയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് ആക്സലറേഷൻ ആണ്. അപ്പോൾ ഇവിടെ യൂണിഫോം ആക്സലറേഷൻ ആണ്. അപ്പോൾ ഈ യൂണിഫോം ആക്സലറേഷൻ ഒരു കോൺസ്റ്റന്റ് ആണ് ഈ ഗ്രാഫ് നമുക്ക് മനസ്സിലാവും. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഗ്രാഫ് എടുക്കുമ്പോൾ പറഞ്ഞുതരാം എങ്ങനെയാണ് യൂണിഫോം ആക്സലറേഷൻ മനസ്സിലാവുക, നോൺ യൂണിഫോം എന്ന് മനസ്സിലാവുക എന്നൊക്കെ ആ ഒരു ഡിസ്കഷനിൽ നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞുതരാം. ഇപ്പോൾ ഇത്ര മനസ്സിലാക്കി വെക്കുക, ഈ ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഒരു യൂണിഫോം ആക്സലറേഷൻ ആണ് വരച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വെലോസിറ്റി എന്തുകൊണ്ടാണ് വൈ ആക്സിൽ എടുക്കാൻ കാരണം, എക്സിൽ ടൈം എടുക്കാൻ കാരണം ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റീസ് ആൾവേസ് ചൂസൺ അലോൺ എക്സ് ആക്സസ്. വെലോസിറ്റി ടൈം ഇതിൽ ടൈം എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്, വെലോസിറ്റി എന്ന് പറയുന്നത് ടൈമിന് ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എപ്പോഴും വൈ ആക്സിലാണ് എടുക്കുക. അതേപോലെ ഇൻഡിപെൻഡന്റ് ടൈം എപ്പോഴും എക്സ് ആക്സിലാണ് എടുക്കുക. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ടൈം എക്സ് ആക്സിൽ വരില്ല. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സലറേഷൻ ടൈം ഗ്രാഫ്, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിലേക്ക് എക്സ് ആണ് വരുന്നത്. ഈ സമയത്തൊക്കെ വെലോസിറ്റി ടൈമിന് ഡിപ്പെൻഡ് ചെയ്യും, ഡിസ്പ്ലേസ്മെന്റ് ടൈമിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആക്സലറേഷൻ ടൈമിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ടൈം എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ടൈം ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ടാണ് അപ്പോൾ ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റീസ് ആൾവേസ് ചൂസൺ അലോങ് എക്സ് ആക്സസ് ആൻഡ് ഡിപെൻഡന്റ് ക്വാണ്ടിറ്റീസ് ആൾവേസ് ചൂസൺ അലോങ് വൈ ആക്സസ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് റിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു. വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതൊരു യൂണിഫോം ആക്സലറേറ്റഡ് മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്, അതിന്റെ ഫൈനൽ വെലോസിറ്റി വി ആണ്. ഫൈനൽ വെലോസിറ്റി വി ആവാൻ എടുത്ത സമയം എന്ന് പറയുന്നത് ടി ആണ്. അപ്പോൾ അതിന്റെ ബിഗിനിങ് സമയം 0 ആണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്, ഫൈനൽ വെലോസിറ്റി വി ആണ്. വി ആവാൻ എടുത്ത സമയം ടി ആണ്. അതാണ് ആ ഗ്രാഫിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ആക്സലറേഷൻ. ഈ ഒരു കൺസെപ്റ്റ് ആണ് ഈ റിലേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അത് ഗ്രാഫ് എടുക്കുമ്പോൾ നമ്മൾ ഇതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യും, മനസ്സിലാക്കി വെക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ
നമുക്ക് ഇന്ന് ലഭിക്കുന്നത് ആക്സലറേഷൻ ആണ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ട് ആക്സലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് സ്ലോപ്പ് എടുത്താൽ മതി. ഇനി എങ്ങനെയാണ് സ്ലോപ്പ് കാണുക? ഫോർ എക്സാമ്പിൾ ഇസ് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, ആംഗിൾ തീറ്റ. ഇപ്പോൾ എ ബി സി എന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ട്രയാങ്കിളിലെ സ്ലോപ്പ് എങ്ങനെ എടുക്കുക? ദാറ്റ് ഇസ് സ്ലോപ്പ് ഇസ് ഇക്വൽ ടു ടാൻ തീറ്റ, ദാറ്റ് ഇസ് ബി സി, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്, ബി സി ബൈ എ ബി. ഇതാണ് ടാൻ തീറ്റ, ദാറ്റ് ഇസ് സ്ലോപ്പ്, അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലോപ്പ് എടുക്കാൻ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് എങ്ങനെ എടുക്കാൻ നോക്കാം. അപ്പോൾ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എടുക്കുമ്പോൾ നമുക്കറിയാം സ്ലോപ്പ് ഈസ് ബി സി ബൈ എ ബി ആണ്. ബി സി എന്ന് പറയുന്നത് വി മൈനസ് യു, കാരണം ആ ലെങ്ത് ബി സി എന്ന ലെങ്ത് കാണണമെങ്കിൽ ഇതാണ് ബി സി എന്ന ലെങ്ത്. അപ്പോൾ ഈ ലെങ്ത് കാണണമെങ്കിൽ സി പറയുന്നത് വി ആണ്, ബി എന്ന് പറയുന്നത് യു ആണ്. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് ഈ ലെങ്ത്തിന് ഈക്വൽ ആണ്, ദാറ്റ് ഇസ് വി മൈനസ് യു. അപ്പോൾ ബി സി കിട്ടി. ഈ എ ബി എന്ന് പറഞ്ഞാൽ ഇതാണ് ഒറിജിൻ 0, ഇത് ടി, അപ്പോൾ ടി മൈനസ് 0, അതാണ് വി മൈനസ് യു ബൈ ടി മൈനസ് 0 എന്ന് കൊടുക്കാൻ കാരണം. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് വി മൈനസ് യു ബൈ ടി മൈനസ് 0. സോ എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. സോ ആ ഇക്വേഷൻ വി മൈനസ് യു ഈക്വൽ ടു എ ടി എന്നറിയാം. അപ്പോൾ നമുക്ക് ഈ വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന ഇക്വേഷൻ എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഉണ്ടാക്കാം. സോ ഫസ്റ്റ് വെലോസിറ്റി ടൈം റിലേഷൻ എന്ന റിലേഷൻ നമുക്ക് എന്ത് ചെയ്തു? ഈ ഗ്രാഫിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് എ കൊടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സ്ലോപ്പ് എന്താണ്? ആക്സലറേഷൻ ആണ്. അപ്പോൾ ആ സ്ലോപ്പിന് പകരം അവിടെ എ കൊടുത്തു. അപ്പോൾ എ വി മൈനസ് യു ബൈ ടി ആണ് സ്ലോപ്പ്. അപ്പോൾ ആക്സലറേഷൻ ഇസ് വി മൈനസ് യു ബൈ ടി. സോ വി മൈനസ് യു ഈക്വൽ ടു എ ടി. സോ ഇക്വേഷൻ വി ഈക്വൽ ടു യു പ്ലസ് എ ടി. അപ്പോൾ ഇങ്ങനെയാണ് വെലോസിറ്റി ടൈം റിലേഷൻ, വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലോപ്പ് എന്ന കൺസെപ്റ്റ് ആണ് ഇത് മുഴുവൻ ചെയ്തത്. അപ്പോൾ ഈ ഇക്വേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് സെക്കൻഡ് ഇക്വേഷനിലേക്ക് മൂവ് ചെയ്യാം. ദാറ്റ് ഇസ് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. പൊസിഷൻ വെലോസിറ്റി റിലേഷന് വേണ്ടിയിട്ടും നമ്മൾ അത് സെയിം ഗ്രാഫാണ് എടുക്കുന്നത്. അപ്പോൾ സെയിം ഗ്രാഫ് ചൂസ് ചെയ്തു. ഇനി ചെയ്യേണ്ട ഒരു കാര്യം, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് രണ്ടാമത്തെ ശ്രദ്ധിക്കുന്ന ടോപ്പിക്. അതായത് വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് കാണാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ മതി. അപ്പോൾ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഡിസ്പ്ലേസ്മെന്റ്. സോ ഏരിയ നമുക്ക് കാണാം, ഇവിടെ ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ തന്നെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ട്രപ്പീസ് എന്ന് പറയാം. അപ്പോൾ ട്രപ്പീസിന്റെ ഏരിയ എടുത്ത് കാണാം. സോ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ആണ് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ആ ടോട്ടൽ ഏരിയ കിട്ടി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. സോ ഹാഫ് ബി എച്ച്, ദാറ്റ് ഇസ് ട്രയാങ്കിൾ ഏരിയ. റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഹാഫ് ബി എച്ച് എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുന്നത് എ ബി ആണ്, ദെൻ ഹൈറ്റ് എന്ന് പറയുന്നത് ബി സി ആണ്, ദെൻ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡി ആണ്, ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ഈ ഗ്രാഫിന് എ ബിയും ബി സിയും കണ്ടുപിടിക്കാം. സോ എ ബി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഹാഫ് ഇൻറ്റു ടി മൈനസ് 0 ആണ്, ബി സി എന്ന് പറയുന്നത് വി മൈനസ് യു ആണ്, അതേപോലെ ഡി ഇ എന്ന് പറയുന്നത് ടി മൈനസ് 0 ആണ്, ദെൻ ബി ഇ എന്ന് പറയുന്നത് യു മൈനസ് 0 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ സിംപ്ലിഫൈ നമുക്ക് ഇങ്ങനെ കിട്ടും, ഹാഫ് ടി വി മൈനസ് യു പ്ലസ് ടി യു. അല്ലെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻസിൽ നമുക്ക് ആക്സലറേഷൻ വി മൈനസ് യു ബൈ ടി ആണ്. സോ വി മൈനസ് യു ഇക്വൽ എ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഹാഫ് ടി എ ടി പ്ലസ് യു ടി കിട്ടും. ആ ഇക്വേഷൻ ഇങ്ങനെ എഴുതുമ്പോൾ ഹാഫ് ടി ഇൻറ്റു എ ടി എന്ന് വരാൻ കാരണം വി മൈനസ് യുവിന് എ ടി കൊടുത്തു, പ്ലസ് ടി യു ഓർ യു ടി എന്ന് എഴുതാം. സോ ഫൈനൽ എക്സ്പ്രഷൻ ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ ഇതാണ് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. ഈ രണ്ട് എക്സ്പ്രഷൻസ് ആണ് കൂടുതലായിട്ട് ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. നമ്മൾ ഇനി മൂവ് ചെയ്യുന്ന മൂന്നാമത്തെ എക്സ്പ്രഷനിലേക്കാണ്, ദാറ്റ് ഇസ് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. പൊസിഷൻ വെലോസിറ്റി റിലേഷൻ ഗ്രാഫിക്കൽ മെത്തേഡിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വെലോസിറ്റി ടൈം റിലേഷൻ കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് വി ഈക്വൽ യു പ്ലസ് എ ടി എന്ന് ഗ്രാഫ് വരച്ചിട്ട് അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം രണ്ടും സ്ക്വയർ ചെയ്യാം. അപ്പോൾ വി സ്ക്വയർ ഇസ് യു പ്ലസ് എ ടി ഹോൾ സ്ക്വയർ വരും. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുക. സോ വി സ്ക്വയർ ഇസ് യു സ്ക്വയർ പ്ലസ് 2u എ ടി പ്ലസ് എ സ്ക്വയർ ടി സ്ക്വയർ. അന്ന് 2a പുറത്തെടുക്കുമ്പോൾ വി സ്ക്വയർ ഇസ് യു സ്ക്വയർ പ്ലസ് 2a പുറത്തെടുക്കുമ്പോൾ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ വരും. അല്ലെങ്കിൽ 2a ഉള്ളിലേക്ക് എടുത്ത് നോക്കും, അപ്പോൾ മേലത്തെ എക്സ്പ്രഷൻ കിട്ടും. അതാണ് 2a പുറത്തെടുക്കുമ്പോൾ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നമുക്കറിയാം എസ് ഇസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. സോ ദ ഫൈനൽ എക്സ്പ്രഷൻ ബിക്കം വി സ്ക്വയർ ഇസ് യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊസിഷൻ വെലോസിറ്റി റിലേഷനിൽ ആക്ച്വലി ഗ്രാഫിക്കൽ മെത്തേഡ് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വി ഈക്വൽ യു പ്ലസ് എ ടിന്റെ ഗ്രാഫ് വരച്ചിട്ട് ആക്സലറേഷൻ കണ്ടതിന് ശേഷം ഈ ഇക്വേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോയി. ഇതേപോലെയാണ് എസ് എൻ ചോദിച്ചാൽ ചെയ്യേണ്ടത്. അപ്പോൾ എസ് ഇസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടതിന് ശേഷം എസ് എൻ മൈനസ് കണ്ടിട്ട് അത് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് എസ് എൻ ഇക്വേഷൻ കാണാൻ കഴിയും. അപ്പോൾ ഈ ഇക്വേഷൻ ഗ്രാഫിക്കൽ മെത്തേഡ്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് രണ്ട് ടോപ്പിക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇക്വേഷൻസ്. അപ്പോൾ അതിൽ എന്ത് ചെയ്യാം, കോൺസെൻട്രേറ്റ് ചെയ്യാം. സോ ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു യു. If you have any doubts, feel free ask through comments. Thank you for watching. Thank you.